ഹലോ എവരി വൺ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ആദ്യത്തെ പാർട്ടാണ്. പ്രാചീന ഇന്ത്യ ചരിത്രത്തിൻ്റെ ആദ്യത്തെ ഭാഗം. നമ്മൾ കേരള ചരിത്രം ഏകദേശം പൂർത്തിയാക്കിയിട്ടുണ്ട്. കേരള ചരിത്രത്തിൽ നമ്മൾ പല പല ടോപ്പിക്കുകളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു. അവസാനം നമ്മൾ നവോത്ഥാന നായകന്മാരും അവരുടെ കോൺട്രിബ്യൂഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായി തന്നെ പഠിച്ചിട്ടുണ്ട്. ഇനി ഈ ക്ലാസ്സോടുകൂടി നമ്മൾ ഇന്ത്യൻ ചരിത്രം തുടങ്ങുകയാണ്. ഈ ഇന്ത്യൻ ചരിത്രത്തിൽ പ്രാചീന ഇന്ത്യ ചരിത്രത്തിന് അധികം പ്രാധാന്യമൊന്നും PSC എക്സാമുകളിലൊന്നുമില്ല. അതിൽ നിന്ന് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നല്ലാതെ അതിങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് പ്രാചീന ഇന്ത്യ ചരിത്രം എടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഓവറോൾ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. വെറും മുഗൾ ചരിത്രം മുതൽ ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിക്ക് മുന്നേ എന്തായിരുന്നു, എവിടെ നിന്നാണ് മുഗൾ ചരിത്രം തുടങ്ങുന്നത്, അല്ലെങ്കിൽ അതിക്ക് തൊട്ട് മുന്നത്തെ അവസ്ഥ എന്തായിരുന്നു, ആ അവസ്ഥയിൽ നിന്നുകൊണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ച എന്നോണായിരിക്കുമല്ലോ മുഗൾ ചരിത്രം ആരംഭിച്ചിട്ടുണ്ടാവുക. അപ്പം മോഡേൺ ഇന്ത്യൻ ചരിത്രമാണ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കേണ്ടത്. എന്നിരുന്നാൽ തന്നെയും കുറച്ച് ഭാഗങ്ങളിലായിട്ട് നമ്മൾ എന്ത് പഠിക്കും, പ്രാചീന ഇന്ത്യ ചരിത്രം പഠിക്കും. കാരണം ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ അത് നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന ചോദ്യങ്ങളായിരിക്കാറാണ് സാധ്യത, അല്ലെങ്കിൽ അങ്ങനത്തെ ചോദ്യങ്ങളാണ് ചോദിക്കാറ്. എങ്കിൽ പോലും പ്രാചീന ചരിത്രം എന്തായിരുന്നു, ഏതൊക്കെ കാലഘട്ടങ്ങളിൽ കൂടെ, ഏതൊക്കെ രാജഭരണങ്ങളിൽ കൂടെ ഈ ഇന്ത്യ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇരിക്കുന്നത് നല്ലതാണ്. ഇന്ത്യൻസ് എന്ന നിലയിൽ നമ്മളത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു മോഡേൺ ചരിത്രം കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ മുഗൾ ചരിത്രം കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കാനും ഇത് ഉപകാരം ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ അധികം സമയം ഞാൻ വേസ്റ്റ് ആക്കുന്നില്ല. പാർട്ട് 1 ആണ് പ്രാചീന ഇന്ത്യ ചരിത്രം. ഓക്കെ, അടുത്ത സ്ലൈഡിലേക്ക് ഇപ്പോൾ ആദ്യത്തെ സ്ലൈഡ്. ഓക്കെ, ആദ്യത്തെ കാലഘട്ടമായിട്ട് നമ്മളിവിടെ പഠിക്കുന്നത് വേദകാലഘട്ടമാണ്. വേദകാലഘട്ടം എന്ന് വരെയാണ്? BC 1600 മുതൽ 500 വരെ. ഈ BC AD എന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബിഫോർ ക്രൈസ്റ്റ്. AD എന്ന് പറയുന്നത് എന്നോഡെമിനിക്. ഇപ്പം നമ്മൾ അല്ലെങ്കിൽ CE എന്ന് എഴുതും. BCE എന്ന് പറയുന്നത് ബിഫോർ കോമൺ എറ, CE കോമൺ എറ. അതായത് 1-ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന 1 AD എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് താഴോട്ട് നമ്മളിപ്പോൾ 0 തുടങ്ങിയിട്ട് വലത്തെ സൈഡിലേക്ക് നമ്മൾ 1 2 3 എന്ന് എണ്ണുകയും 0യിൽ നിന്ന് ബാക്കിലേക്ക് -1 1 -2 അങ്ങനെ താഴോട്ട് പോവുകയും ചെയ്യുന്നില്ലേ? എന്നപോലെ തന്നെ 1-ാം കാലഘട്ടം അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ടിൽ നിന്ന് മുന്നോട്ടേക്ക് 2 3 2-ാം നൂറ്റാണ്ട് 3-ാം നൂറ്റാണ്ടെന്ന് പോവുകയും താഴോട്ടേക്ക് അതിക്ക് മുന്നുള്ള വർഷങ്ങളിലേക്കും 1 2 3 4 ബാക്കിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ BC 1600 നിന്ന് 500. സാധാരണ നമ്മളിപ്പോൾ 1600 നിന്ന് കൂടിയുള്ള വർഷങ്ങൾ വരേണ്ടത്. പക്ഷേ BC എന്ന് പറയുമ്പോൾ താഴേക്ക് പോകുമ്പോൾ 1-ാം നൂറ്റാണ്ടിൽ നിന്ന് താഴോട്ടേക്കാണ് പോകുന്നത് കേട്ടോ. 1-ാം നൂറ്റാണ്ടിൽ നിന്ന് പിന്നെ 2-ാം നൂറ്റാണ്ട്, 3-ാം നൂറ്റാണ്ട്, 4-ാം നൂറ്റാണ്ട്, 5-ാം നൂറ്റാണ്ട്, ഇടത്തോട്ടേക്ക് അങ്ങനെ നിങ്ങളൊരു ടൈം ലൈനായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക, അപ്പോൾ മനസ്സിലാവും. ഓക്കെ, വേദകാലഘട്ടം BC 1600 മുതൽ. BC എന്ന് പറയുന്നത് ബിഫോർ ക്രൈസ്റ്റ് അല്ലെങ്കിൽ ബിഫോർ കോമൺ എറ. ഓക്കെ, ആ കാലഘട്ടം, അതായത് ഇത് ഒരു 1-ാം നൂറ്റാണ്ടാന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു ടൈം ലൈൻ സങ്കല്പിക്കുക. ഇത് 1-ാം നൂറ്റാണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ജീവിക്കുന്നത് കോമൺ എറയിലാണ്. അപ്പോൾ 2-ാം നൂറ്റാണ്ട്, 3-ാം നൂറ്റാണ്ട്, 4-ാം നൂറ്റാണ്ട്, അങ്ങനെ പോയി നമ്മൾ 2000 നൂറ്റാണ്ടിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. എന്നാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും എന്താ സംഭവിക്കണേ? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ചരിത്രം ഇങ്ങനെ നമുക്ക് അതീതമായി, അതായത് ചരിത്രത്തിന് നമുക്കിങ്ങനെ ഈ ഒരു പോയിന്റ് മുതൽ ചരിത്രം തുടങ്ങിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? ബാക്കിലേക്ക് നമുക്ക് എന്തോരം വേണമെങ്കിലും ബാക്കിലേക്ക് പോവാം അല്ലേ? അപ്പോൾ ഈ 1-ാം നൂറ്റാണ്ടിൽ ബാക്കിലേക്ക് പോകുമ്പോഴും 2 3-ാമത്തെ നൂറ്റാണ്ട്, കോമൺ എറയ്ക്ക് മുന്നായിട്ടും 3-ാം നൂറ്റാണ്ട്, BC 4 BC 5 അങ്ങനെ BC 1600 മുതൽ 500 വരെ, അതായത് 500-ാം നൂറ്റാണ്ട് വരെയാണ് എന്തുണ്ടായത്?
ഈ വേദകാലഘട്ടം ഏകദേശം ഉണ്ടായി എന്ന് കണക്കാക്കപ്പെടുന്നത്. ആര്യന്മാരുടെ കാലഘട്ടമാണ് വേദകാലഘട്ടം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ആര്യന്മാരുടെ ഒരു ഇൻവേഷൻ, ഈ ആര്യന്മാർ നമ്മുടെ നാട്ടിലേക്ക് കുടിയേറി വരികയും ഇവിടെയുള്ള പല കാര്യങ്ങളും മാറ്റിമറിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അത് ചില ആൾക്കാർ പറയുന്നത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്, ചില ആൾക്കാർ അങ്ങനെ നടന്നിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ആര്യന്മാരുടെ കാലഘട്ടമാണ് വേദകാലഘട്ടം എന്നറിയപ്പെടുന്നത്. വേദകാലഘട്ടത്തെ പൂർവ്വ വേദകാലഘട്ടം എന്നും പിൻകാല വേദകാലഘട്ടം എന്നും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. പൂർവ്വ വേദകാലഘട്ടം, പിൻകാല വേദകാലഘട്ടം. കാസ്പിയൻ കടലിനടുത്ത് നിന്നും BC 1400 ആണ്ടോടെ ഇന്ത്യയിൽ വന്ന ആര്യന്മാരാണ് വേദകാലഘട്ടത്തിൻ്റെ ഉപജ്ഞാതാക്കൾ. ഈ വേദകാലഘട്ടം മെയിനായിട്ട് ആരെ പറ്റി അല്ലെങ്കിൽ ആര്യന്മാരുടെ ഒരു കാലഘട്ടമാണ്. ഈ ആര്യന്മാർ എവിടെ നിന്നാണ് വരുന്നത്? കാസ്പിയൻ കടൽ അവിടെ നിന്ന് BC 1500 ആണ്ടോട് കൂടിയിട്ട് ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്തവർ, അല്ലെങ്കിൽ ഇവിടുത്തെ അവിടെ താമസിച്ചിരുന്ന ആളുകളെ എന്താ പറയുക അധീനതയിലാക്കി അവരിവിടെ വന്ന് കുടിയേറി പാർത്ത് തങ്ങളുടെ ചരിത്രങ്ങളും അല്ലെങ്കിൽ തങ്ങളുടെ എന്താ പറയുക പുരാണങ്ങളും ഒക്കെ അവർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് ഇടയായി. ജ്ഞാനം എന്നാണ് വേദ എന്ന വാക്കിൻ്റെ അർത്ഥം. ജ്ഞാനം എന്നാണ് വേദ എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളാണ് ചില സമയത്ത് PSC ചോദിക്കാറ് കേട്ടോ. ജ്ഞാനം എന്നാണ് വേദ എന്ന വാക്കിൻ്റെ അർത്ഥം. വിദ് എന്ന വാക്കിൽ നിന്നാണ് വേദം എന്ന വാക്ക് ഉടലെടുത്തത്. വിദ് എന്ന വാക്കിൽ നിന്നാണ് വേദം എന്ന വാക്ക് ഉടലെടുത്തത്. 4 വേദങ്ങളാണുള്ളത്, അത് നമുക്ക് നന്നായിട്ട് അറിയാം. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഏതൊക്കെയാണ്? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഇത് ഈ ഓർഡറിൽ തന്നെ പഠിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഏറ്റവും പുരാതനമായത് ഋഗ്വേദമാണ്. ഏറ്റവും പുരാതനമായ വേദം ഏതാണ്? ഈ 4 വേദങ്ങളിൽ ഏറ്റവും പുരാതനമായത് ഋഗ്വേദമാണ്. 1028 ശ്ലോകങ്ങൾ അടങ്ങി ഈ വേദത്തെ 10 മണ്ഡലങ്ങൾ ആയി തിരിച്ചിരിക്കുന്നു. 1028 ശ്ലോകങ്ങൾ അടങ്ങി ഈ ഗ്രന്ഥത്തെ 10 മണ്ഡലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. 1810 കീർത്തനങ്ങൾ അടങ്ങിയ സാമവേദം സോമയാഗത്തിലെ പുരോഹിതരുമായി ബന്ധപ്പെട്ടുള്ള ഈ സോമയാഗം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ? അതിനെക്കുറിച്ചൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട. സോമയാഗത്തിൽ ചൊല്ലുന്ന മന്ത്രങ്ങളും അതിനകത്ത് ഉച്ചരിക്കുന്ന വചസ്സുകളും ഒക്കെയാണ് ഈ സാമവേദത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് സോമയാഗത്തിലെ പുരോഹിതരുമായി ബന്ധപ്പെട്ട് എടുക്കുന്നു. ഇതിനകത്ത് എത്ര കീർത്തനങ്ങളുണ്ട്? 1810 കീർത്തനങ്ങൾ ഉണ്ട്. ഇത് കാണിക്കുന്നത് അന്നത്തെ ജനത സംഗീതത്തെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ്. അത് ഇതിനൊരു താളമുണ്ട്. കീർത്തനങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാലോ സംഗീതവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അന്നത്തെ ജനത വളരെയധികം സംഗീതത്തെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നതാണ് ഈ സോമയാഗം അല്ലെങ്കിൽ പുരോഹിതരുമായി ബന്ധപ്പെട്ട കീർത്തനങ്ങൾ അടങ്ങിയ സാമവേദം നമുക്ക് കാണിച്ചു തരുന്നത്. പകുതി പദ്യവും പകുതി ഗദ്യവും അടങ്ങിയതാണ് യജുർവേദം. യജുർവേദത്തിൽ എല്ലാവരും ഒരു പദ്യത്തിൻ്റെ രൂപത്തിലല്ല എഴുതിയേക്കണേ. പകുതി പദ്യവും പകുതി ഗദ്യവും അടങ്ങിയതാണ് യജുർവേദം. യാഗങ്ങളിലെ മന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അഥർവവേദം ബ്രഹ്മവേദം എന്നും അറിയപ്പെടുന്നത്. അത് പല ഈ യാഗങ്ങളൊക്കെ നടത്തുമ്പോൾ അതിനകത്ത് പൂജയ്ക്കൊക്കെ ആയിട്ട് നിൽക്കുന്നത് ബ്രാഹ്മൺസ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ ബ്രാഹ്മണന്മാരായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടും യാഗങ്ങളിലെ മന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടും ബ്രഹ്മവേദം എന്നും എന്തറിയപ്പെടുന്നത് ഉണ്ട്? അഥർവവേദം അറിയപ്പെടുന്നുണ്ട്. ഋഗ്വേദത്തിൽ ഉള്ളതുപോലെയുള്ള കീർത്തനങ്ങൾ ഏതിലും കാണാം? അഥർവവേദത്തിലും കാണാം. അഥർവവേദത്തിലും കീർത്തനങ്ങളുടെ രൂപത്തിലാണ് എഴുതിയിട്ട് അല്ലെങ്കിൽ കീർത്തനങ്ങളും കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഹിന്ദുമത സത്യങ്ങൾ വെളിപ്പെടുത്തുന്ന പുസ്തകങ്ങളാണ് ഉപനിഷത്തുകൾ. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കുക, ഹിന്ദുമത സത്യങ്ങൾ വെളിപ്പെടുത്തുന്ന പുസ്തകങ്ങൾ എന്താണ്? ഉപനിഷത്തുകളാണോ വേദങ്ങളാണോ? പെട്ടെന്ന് വേദങ്ങൾ എന്ന് എഴുതും, പക്ഷേ ഉപനിഷത്തുകളാണ്. ഹിന്ദുമത സത്യങ്ങൾ വെളിപ്പെടുത്തുന്ന പുസ്തകങ്ങളാണ് ഉപനിഷത്തുകൾ. പ്രധാന പുരാണങ്ങൾ എത്ര എണ്ണം ഉണ്ട്? 18 ഉണ്ട്. വേദങ്ങൾ 4 എണ്ണം ഉള്ള പോലെ പ്രധാന പുരാണങ്ങൾ 18 എണ്ണം ആണ് ഉള്ളത്. മഹാഭാരതം 5ാമത്തെ വേദമായി അറിയപ്പെടുന്നുണ്ട്. മഹാഭാരതം 5ാമത്തെ വേദമായി. അപ്പം 5ാമത്തെ വേദമായി അറിയപ്പെടുന്നത് എന്താണ്? മഹാഭാരതമാണ് 5ാമത്തെ വേദമായിട്ട് അറിയപ്പെടുന്നത്. സത്യമേവ ജയതേ എന്ന വാക്കുകൾ മുണ്ടകോപനിഷത്തിൽ നിന്ന് എടുത്തതാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പഠിച്ചു വയ്ക്കുക. സത്യമേവ ജയതേ എന്ന വാക്കുകൾ നമ്മൾക്ക് ഏത് ഉപനിഷത്തിൽ കാണാൻ സാധിക്കുക? എന്നിട്ട് ഒരു 4 ഉപനിഷത്തുകളുടെ പേരുകൾ തന്നിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയാം. സത്യമേവ ജയതേ എടുത്തിരിക്കുന്നത് എന്ന വാക്കുകൾ നമുക്ക് മഹാഭാരതത്തിലാണ് കാണാൻ സാധിക്കുക. അത് തെറ്റാണ്. എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുക? മുണ്ടകോപനിഷത്തിലാണ് സത്യമേവ ജയതേ എന്ന വാക്കുകൾ കാണാൻ സാധിക്കുക. മനുസ്മൃതിയുടെ കർത്താവ് ആരാണ്? മനുവാണ്. പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ്. മനുസ്മൃതിയുടെ കർത്താവാണ് മനു. മോഡേൺ മനു എന്നറിയപ്പെടുന്നത് ആരാണ്? ആധുനിക മനു.
അറിയുന്നവരൊന്ന് കമൻറ്റ് ബോക്സിലിടാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ശില്പി എന്നോ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ്. അറിയുന്നവർ കമൻറ്റ് ബോക്സിലിടാം. മനുസ്മൃതിയുടെ കർത്താവ് ആരാണ്? മനുവാണ്. എന്നാൽ മോഡേൺ മനു എന്നറിയപ്പെടുന്നത് ആരാണ്? ഓക്കെ. ആര്യ സമൂഹത്തിൽ ഗോത്രസഭകൾ ആണ് സഭ, സമിതി, ഗണ. അതായത് ആര്യ സമൂഹത്തിന് ഒരു പ്രത്യേകതരം ഒരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നു. അതിനകത്ത് പെടുന്നതാണ് ഈ ഗോത്രസഭകൾ. ഒരു ഹൈറാർക്കിക്കൽ സഭകളാണ് ഇതൊക്കെ. അതായത് ഒരു തട്ടായിട്ട് വിഭജിച്ചിട്ടുള്ള ഒരു ഗോത്രസഭകൾ എന്തുണ്ടായിരുന്നു? ആര്യ സമൂഹത്തിലുണ്ടായിരുന്നു. ഭരണ സംവിധാനം കുറച്ചും കൂടി മെച്ചപ്പെട്ടതിന് വേണ്ടിയിട്ട്. അതാണ് സഭ, സമിതി, ഗണ എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വകുപ്പ് തല എക്സാമുകൾ വരുമ്പോൾ, അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എഴുതുമ്പോൾ, അതല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി എഴുതിയൊരു എക്സാം ഉണ്ടല്ലോ പഞ്ചായത്ത് സെക്രട്ടറി വരുമ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ചതുർവർണ്ണ്യം ഉടലെടുത്തത് ആര്യന്മാരുടെ കാലത്ത്. എന്താ ഈ ചതുർവർണ്ണ്യം? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്ന് പറയുന്ന 4, ചതുർ എന്ന് പറഞ്ഞാൽ എന്താ? 4 രീതിയിലുള്ള കാസ്റ്റ് സിസ്റ്റം ഉടലെടുത്തത് ഏത് സമയത്താണ്? ആര്യന്മാരുടെ കാലത്താണ്. വസിഷ്ഠൻ, വിശ്വാമിത്രൻ എന്നിവരാണ് ഋഗ്വേദ കാലഘട്ടത്തിലെ 2 പ്രധാനപ്പെട്ട പുരോഹിതന്മാരായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. ഇന്ദ്രനാണ് വേദകാലത്ത് പ്രധാനമായും ആരാധിക്കപ്പെട്ടത്. ഇന്ദ്രൻ നമുക്കെല്ലാവർക്കും സുപരിചിതനാണല്ലേ ഈ പേര്. ഇന്ദ്രനാണ് വേദകാലത്ത് പ്രധാനമായും ആരാധിക്കപ്പെട്ടത്. ആര്യന്മാർ ഭാരതത്തിൽ ആദ്യം പാർപ്പുറപ്പിച്ച പ്രദേശം സപ്തസിന്ധു അഥവാ 7 നദികളുടെ നാട് എന്നറിയപ്പെട്ടു. അപ്പം ആര്യന്മാർ ഇൻവേഡ് ചെയ്ത് അല്ലെങ്കിൽ ആര്യന്മാർ കുടിയേറിയിട്ട് അവർ ആദ്യമായി ഭാരതത്തിൽ പാർപ്പുറപ്പിച്ച പ്രദേശമാണ് സപ്തസിന്ധു അല്ലെങ്കിൽ 7 നദികളുടെ നാട് എന്ന് അറിയപ്പെട്ടത്. വിശ്വാമിത്രനാണ് ഗായത്രി മന്ത്രം രചിച്ചത്. വിശ്വാമിത്രൻ ആരാണ് ഗായത്രി മന്ത്രം രചിച്ചത്? വിശ്വാമിത്രനാണ്. ഋഗ്വേദത്തിൽ പരാമർശിക്കുന്നതും ഇന്ന് നിലവിലില്ലാത്തതുമായ ഒരു നദിയാണ് സരസ്വതി. മണ്ണിൻ്റെ അടിയിലാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു നദിയാണ് സരസ്വതി നദി. ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന ഒരു നദിയാണ് സരസ്വതി. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിങ്ങനെയുള്ള ജാതി വ്യവസ്ഥ ഋഗ്വേദ കാലത്തിന് ശേഷം നിലവിൽ വന്നതാണ്. ഓക്കെ. ഋഗ്വേദകാലത്തിന് ശേഷം എന്താ പറയുക, പിൻകാല വേദകാലഘട്ടത്തിലാണ് മെയിനായിട്ട് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ, അതായത് ഇങ്ങനെയൊരു ചതുർവർണ്ണ്യം എന്ന് പറയുന്ന സംഭവം ആദ്യം വരുന്നത് ഒരു തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് മന്ത്രോച്ചാരണങ്ങളും പൂജകളും ഒക്കെ ചെയ്യുന്ന ആളുകൾ ബ്രാഹ്മണന്മാർ, യുദ്ധത്തിന് പോയി നാടിനെ സംരക്ഷിക്കുന്ന ആളുകൾ ക്ഷത്രിയർ, എന്താ പറയുക, ബിസിനസ് ചെയ്യുന്ന ആളുകൾ ആരാണ്? വൈശ്യരാണ്. ശൂദ്രന്മാർ എല്ലാവരും സേവിക്കുന്ന ആളുകൾ. ഇങ്ങനെയായിരുന്നു. അതല്ലാതെ അത് തൊട്ടുകൂടായ്മ തീണ്ടുകൂടായ്മ ഒക്കെ കൊണ്ടുവന്ന ഒരു ജാതി വ്യവസ്ഥയായിട്ടല്ല ആദ്യം ഉടലെടുത്തത്. പിന്നീട് പൂജ ചെയ്യുന്ന, മന്ത്രങ്ങൾ ഉച്ചരിക്കുന്ന, സംസ്കൃതം അറിയാവുന്ന, പുരാണങ്ങൾ വായിക്കാൻ കഴിയുന്ന, ഉപനിഷത്തുകൾ വായിക്കാൻ കഴിയുന്ന ആളുകൾ ബ്രാഹ്മണന്മാരും അവർ കുറച്ച് മേൽക്കൈ നേടുകയും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരായവരും എല്ലാവരും അവരെ താഴെ വരികയും ഔട്ട് കാസ്റ്റുകൾ ഉണ്ടാവുകയും, അതായത് ചതുർവർണ്ണ ഇതിന് പുറത്തുള്ള ആളുകളും ശൂദ്രരെ എല്ലാവരുടെയും ഒരു ജോലി അല്ലെങ്കിൽ ശൂദ്രർ എടുക്കുന്ന ജോലി ഒരു എന്താ പറയുക ഏറ്റവും നീചമായ ജോലിയായിട്ട് മാറുകയും ഒക്കെ ചെയ്തു. അങ്ങനെയാണ് ഈ ചതുർവർണ്ണ്യം അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയായിട്ട് ഋഗ്വേദ കാലത്തിന് ശേഷം ഇത് ഉടലെടുക്കുന്നത് അല്ലെങ്കിൽ വളർന്നു വരുന്നത്. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് വേദങ്ങളിലേക്ക് മടങ്ങിപ്പോവുക എന്ന് ആഹ്വാനം ചെയ്തത്. ആരാണ് ആഹ്വാനം ചെയ്തത് ഇങ്ങനെ വേദങ്ങളിലേക്ക് മടങ്ങിപ്പോവുക എന്ന്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് വേദങ്ങളിലേക്ക് മടങ്ങിപ്പോവുക എന്നുള്ള ആഹ്വാനം നടത്തിയത്. ഇന്തോ ആര്യൻ ഭാഷാ ഗോത്രത്തിൽപ്പെടുന്ന സംസ്കൃതമായിരുന്നു സംസാര ഭാഷ. നമുക്കറിയാം, ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചപ്പോൾ നമ്മൾ ഭാഷയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ചും അതിൻ്റെ എന്താ പറയുക ഏത് ലാംഗ്വേജ് ഫാമിലിയിലാണ് പെടുന്നത് എന്നൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് സംസ്കൃതം എന്ന് പറയുന്നത് ഒരു ഇന്തോ ആര്യൻ ഭാഷയാണ് സംസ്കൃതം. അതായിരുന്നു ഈ ആര്യൻ ഭാഷാ ഗോത്രത്തിൽ പെടുന്ന സംസ്കൃതമായിരുന്നു എന്ത് വേദങ്ങളിലെ ഭാഷ. അതുപോലെ തന്നെ അപ്പർ കാസ്റ്റുകൾ മെയിനായിട്ട് ബ്രാഹ്മൺസും ക്ഷത്രിയന്മാരൊക്കെ പഠിച്ചിരുന്നത് അല്ലെങ്കിൽ സംസാരിച്ചിരുന്നത് സംസ്കൃത ഭാഷയിലായിരുന്നു. ഇവരുടെ തൊഴിൽ പ്രധാനമായും മൃഗ വളർത്തൽ ആയിരുന്നു.
ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ആദ്യമേ തന്നെ ബ്രാഹ്മിൺസ് എന്ന് പറയുന്ന ആ ഒരു ജാതി വളരെ പ്രബലമായൊരു ജാതിയായിട്ടല്ല ഉയർന്നു വന്നത്. അവരുടെ ജോലികളെല്ലാം അവർ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കൃഷി ചെയ്യലും മൃഗങ്ങളെ വളർത്തലും ഒക്കെ ആരന്നെയായിരുന്നു? ബ്രാഹ്മിൺസ് തന്നെയായിരുന്നു. പിന്നീട് അവരുടെ പുരോഹിത്യം അല്ലെങ്കിൽ പൗരോഹിത്യം എന്ന് പറയുന്ന ആ തൊഴിൽ വളരെയധികം പ്രബലമായി വന്നു കഴിഞ്ഞപ്പോൾ അതൊരു പ്രബലമായ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു തൊഴിലായി വന്നു കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായത്? അവർ കുറച്ച് മേൽക്കൈ നേടുകയും മറ്റെല്ലാ വിഭാഗങ്ങളിൽ നിന്നും മുകളിലേക്ക് എത്തുകയും ചെയ്യാണ്. ഇപ്പോൾ കൾച്ചറലി അല്ലെങ്കിൽ സോഷ്യൽ റീസൺസ് അതിൻ്റെ പിറകിലുണ്ടാവും. എന്നാൽ മൃഗവളർത്തലായിരുന്നു നമുക്ക് മനസ്സിലാവുന്നത് ഈ വേദകാലഘട്ടത്തിൽ പ്രധാനമായിട്ടുള്ളൊരു തൊഴിലായിരുന്നു. അതുപോലെ രാജഗൃഹം, ചെമ്പ, കാശി, കൗസാംബി, തക്ഷശില, വൈശാലി എന്നിവിടങ്ങളിലൊക്കെ നഗരങ്ങൾ, വേദകാലഘട്ടത്തിൽ നഗരങ്ങൾ നിലയിൽ വരുന്നത് കാണാൻ കഴിയും. എവിടെയൊക്കെ? രാജഗൃഹം, ചെമ്പ, കാശി, കൗസാംബി, തക്ഷശില, വൈശാലി. പ്രസിദ്ധമായ ഗായത്രി മന്ത്രം ഏത് വേദത്തിലാണ്? ഗായത്രി മന്ത്രം ഏത് ആരാണ് രചിച്ചത്? വിശ്വാമിത്രനാണ് രചിച്ചത് എന്ന് പറഞ്ഞു. എന്നാൽ ഇത് ഏത് വേദത്തിലാണ് കാണാൻ കഴിയുക? ഋഗ്വേദത്തിലാണ് നമുക്ക് ഗായത്രി മന്ത്രം കാണാനായിട്ട് കഴിയുക. ആര്യ സമൂഹത്തിലെ ഏറ്റവും ചെറിയ ഘടകം കുല എന്നാണ് പറയുന്നത്. അതായത് ആര്യ സമൂഹത്തിൽ നാം പറഞ്ഞു സഭ അങ്ങനെയൊക്കെ തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുവല്ലോ. അതിനകത്ത് തന്നെ ഏറ്റവും ചെറിയ ഘടകം എന്ന് പറയുന്നത് കുല എന്നതാണ്. നമ്മളിങ്ങനെ പറയും കുടുംബമാണ് ഏറ്റവും ചെറിയ ഘടകം സമൂഹത്തിൽ എന്ന് പറയില്ലേ. അതുപോലെ ആര്യ സമൂഹത്തിലെ ഏറ്റവും ചെറിയ ഘടകത്തെ വിളിക്കുന്ന പേര് കുല എന്നതാണ്. പുരാതന ഇന്ത്യയിലെ ആദ്യ നിയമനിർമ്മാതാവ് മനുവാണ്. ആധുനിക ഇന്ത്യയിലെ നിയമനിർമ്മാതാവ് ആരായിരുന്നു? അതുപോലെ ആളെയാണ് നമ്മൾ ആധുനിക മനു എന്ന് വിളിക്കുന്നത്. പുരാതന ഇന്ത്യയിലെ ആദ്യ നിയമനിർമ്മാണം ഇതിങ്ങനെ വേണം, അതങ്ങനെ പാടില്ല, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം പാടില്ല എന്നൊക്കെ പറഞ്ഞ ആൾ ആരാണ്? മനുവാണ്. നാട്യശാസ്ത്രത്തിൻ്റെ രചയിതാവ് ഭരതമുനിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പുരന്ദര എന്നറിയപ്പെടുന്ന ദൈവം ഇന്ദ്രനാണ്. വേദകാലഘട്ടത്തിൽ ഏറ്റവും അധികം ആരാധിക്കപ്പെട്ട ദൈവം ഇന്ദ്രനാണ്. പുരന്ദര എന്നറിയപ്പെടുന്ന ദൈവം അതുകൊണ്ട് ആര് തന്നെയാണ്? ഇന്ദ്രൻ തന്നെയാണ്. ഭാരതത്തിലെ ഏറ്റവും വലിയ ഇതിഹാസം മഹാഭാരതമാണ്. ഭാരതത്തിലെ 5ാം വേദം എന്നറിയപ്പെടുന്ന മഹാഭാരതമാണ് ഭാരതത്തിലെ ഏറ്റവും വലിയ ഇതിഹാസം. 1974 ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺ ആണ്. വില്യം ജോൺ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ ഇതിഹാസങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പഠിക്കുന്നതിനും ഇന്ത്യയെ മനസ്സിലാക്കുന്നതിനും അങ്ങനെ ഇന്ത്യയെ അധീനത്തിൽ വഹിക്കും. നമുക്കറിയാം ഒരു പഠനം തന്നെയുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഓറിയൻ്റൽ സ്റ്റഡീസ് നമ്മൾ പറയും. ഓറിയൻ്റലിസം എന്ന് പറയുന്ന ഒരു തിയറി എഡ്വേർഡ് സൈഡ് എന്ന് പറഞ്ഞൊരു വ്യക്തി നമ്മുടെ കൊളോണിയൽ സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് ഒരു കൊണ്ടുവന്നിട്ട് തന്നെയുണ്ട്. അതായത് ഇന്ത്യക്കാർ അല്ലെങ്കിൽ ഏത് ലാൻഡാണോ കൊളനൈസ് ചെയ്യാൻ പോകുന്നത് അവിടുത്തെ പുരാണങ്ങളും അവിടുത്തെ ലിറ്ററേച്ചറും അവിടെ എഴുതപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കും. അപ്പോൾ എന്താണ്, എങ്ങനെയാണോ അവിടുത്തെ ഒരു ഡയലോഗ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു നരേറ്റീവ് കാര്യങ്ങളൊക്കെ പോകുന്നത്, അപ്പോൾ ആ സൊസൈറ്റിനെ കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കാനും അവിടുത്തെ ലൂപ്പ് ഹോൾസ് മനസ്സിലാക്കാനും അവിടുത്തെ എങ്ങനെ ആ സൊസൈറ്റീനെ മെരുക്കിയെടുക്കാം എന്നുള്ളത് കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കാനും ഒക്കെ പറ്റും. അങ്ങനെയാണ് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായത് ഇന്ത്യക്കാർ ഭാരതത്തിലുള്ള ഒരു ചതുർവർണ്ണയത്തിൽ ഡിവൈഡ് ചെയ്ത് കിടക്കുന്ന ഒരു ജനതയാണ്. അതുകൊണ്ട് തന്നെ അവർ തമ്മിലടുപ്പിക്കുക വളരെ ഈസിയാണ്. അപ്പോൾ പിന്നെ അവർ സ്വാതന്ത്ര്യദാഹികളാവുന്നതിന് പകരമായിട്ട് തങ്ങളുടെ തന്നെ ലോക്കലായിട്ടുള്ള വഴക്കുകളിൽ മുഴുകി അങ്ങ് വർഷങ്ങളോളം അവർ നീണ്ട് ജീവിച്ചു പൊക്കോളും. അവരൊരിക്കലും ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ജനതയായിട്ട് മാറില്ല. ഓക്കെ. ഈ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? വില്യം ജോൺ ആണ്. 1784. അപ്പോൾ ഓറിയൻ്റൽ സ്റ്റഡീസാണ് മെയിനായിട്ട്. നമ്മുടെ ഇവിടുത്തെ ചരിത്ര ബുക്കുകളും അല്ലെങ്കിൽ ഇതുപോലത്തെ വേദങ്ങളും ഉപനിഷത്തുകളും നമ്മളുടെ മിത്തിക്കൽ ടെക്സ്റ്റുകളും ഒക്കെ എന്ത് ചെയ്യാം? പഠിക്കാം. അങ്ങനെ ഇന്ത്യൻ ജനതയെ കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കാം. ഓറിയൻ്റൽ സ്റ്റഡീസ്. എല്ലാ സത്യങ്ങളുടെയും അന്തസത്തയാണ് വേദങ്ങൾ എന്ന് അഭിപ്രായപ്പെട്ട ദയാനന്ദ സരസ്വതി എന്ന്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറയുന്നത് ആരാണ്? വേദങ്ങളിലേക്ക് മടങ്ങുക ദയാനന്ദ സരസ്വതി തന്നെയാണ് പറഞ്ഞത്. അതേപോലെ തന്നെ എല്ലാ സത്യങ്ങളുടെ അന്തസത്തയാണ് വേദങ്ങൾ എന്ന് അഭിപ്രായപ്പെട്ടതും ദയാനന്ദ സരസ്വതിയാണ്. യുദ്ധം ആരംഭിക്കുന്നത് മനുഷ്യരുടെ മനസ്സിലാണ് എന്ന് ഏത് വേദത്തിലെ വാക്യമാണ്? അഥർവവേദം. എത്ര അർത്ഥവത്തായിട്ടുള്ളൊരു വാക്കാണല്ലേ. ഇന്നും വളരെ റെലവൻ്റ് തന്നെയാണ്. ചില പവർഫുള്ളായിട്ടുള്ള ആളുകളുടെ
അല്ലെങ്കിൽ അവരുടെ എന്തെന്നാ പറയുക പവർ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവരുടെ ദേശസ്നേഹമാണ് സമൂഹത്തിൻ്റെ ആവശ്യമാണെന്നൊക്കെ നമ്മളിങ്ങനെ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ചില പവർഫുള്ളായിട്ടുള്ള ആളുകൾക്ക് ഈ യുദ്ധത്തെ നിയന്ത്രിക്കാനും നിർത്തി വെക്കാനും ഒക്കെ സാധിക്കും. എന്നാൽ അവരത് ചെയ്യില്ല. കാരണം എന്താ, അവർ പവർഫുള്ളാണ്, അവരുടെ പവർ അവർ എക്സസൈസ് ചെയ്യുന്നു. അതുപോലെ തന്നെ അല്ലെങ്കിൽ അവർ ഉൾപ്പെടുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അപ്പോൾ അവർ ഉൾപ്പെടാത്ത അവരുടെ വിഭാഗത്തിൽപ്പെടാത്ത എന്ന് വിചാരിക്കുന്ന ആളുകളെല്ലാം അവർക്ക് എതിരാകുന്നു, അവർ ജീവിക്കാൻ അവകാശമില്ലാത്തവരാകുന്നു, കുടിയേറി പാർത്തവരായതുകൊണ്ട് അവർ എക്സ്പെല് ചെയ്യപ്പെടാനായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്നു അവർ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതൊക്കെയാണ് യുദ്ധം ആരംഭിക്കുന്നതിന് കാരണമാകുന്നത്, ഇത്തരത്തിലുള്ള ചിന്തകൾ. അപ്പോൾ ഈ ചിന്തകൾ എവിടെയാണ് ഉണ്ടാകുന്നത്? മനുഷ്യരുടെ മനസ്സിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ യുദ്ധം ആരംഭിക്കുന്നത് മനുഷ്യരുടെ മനസ്സിലാണ് എന്ന് പറയുന്ന വേദം ഏതാണ്? അഥർവ വേദമാണ്. ഇനി നോക്കുക, ജൈനമതം. ഇനി അടുത്തതാണ് നമ്മൾ വേദകാലഘട്ടത്തെ അല്ലെങ്കിൽ അതിന് സമാന്തരമായിട്ടുണ്ടായ ജൈനമതം, ബുദ്ധമതം എന്നിവയൊക്കെ പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ സംഘകാലഘട്ടമൊക്കെ പഠിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഒരു എന്താ പറയുക കാലഘട്ടത്തിലേക്കും ഒക്കെ പോവാം കേട്ടോ. ഇനി ജൈനമത സ്ഥാപകനായി അംഗീകരിക്കപ്പെട്ട വർദ്ധമാന മഹാവീരൻ BC 540 വൈശാലിക്ക് അടുത്തുള്ള കുണ്ടല ഗ്രാമത്തിലാണ് ജനിച്ചത്. നമുക്ക് വൈശാലി ഒരു വേദ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ഒരു നഗരമാണ്. അവിടെയാണ് ജൈനമത സ്ഥാപകനായി അംഗീകരിക്കപ്പെട്ട വർദ്ധമാന മഹാവീരൻ BC, അതായത് ക്രിസ്തുവിന് മുന്നാണ് അല്ലെങ്കിൽ കോമൺ എറയ്ക്ക് മുന്നാണ് 540 വൈശാലിയിൽ കുണ്ടല ഗ്രാമത്തിൽ ജനിച്ചു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് ചരിത്രം കാണിച്ചിരുന്നത്. ക്ഷത്രിയ വംശത്തിൽപ്പെട്ട സിദ്ധാർത്ഥനും ലിച്ചാവി രാജകുടുംബത്തിൽപ്പെട്ട ദശാലയും ആയിരുന്നു മാതാപിതാക്കൾ. അപ്പോൾ വർദ്ധമാന മഹാവീരന്റെ മാതാപിതാക്കൾ ആരായിരുന്നു? ക്ഷത്രിയ വർഗത്തിൽപ്പെട്ട സിദ്ധാർത്ഥനും ലിച്ചാവി രാജകുടുംബത്തിൽപ്പെട്ട ദശാലയുമായിരുന്നു മാതാപിതാക്കൾ. 42-ാം വയസ്സിൽ കൈവല്യം നേടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വൃത്തിയായിട്ട് അറിയില്ല, എങ്കിലും ഞാൻ അറിയുന്നത് എൻ്റെ അറിവിലനുസരിച്ച് കൈവല്യം നേടാന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ ബോധോദയം വരിക എന്ന് പറയില്ലേ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ മാർഗം ഇതാണ്, അല്ലെങ്കിൽ ഞാനിതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നൊക്കെ മനസ്സിലാക്കുന്ന ആ ഒരു പോയിന്റ്. അതായത് 42-ാമത്തെ വയസ്സിലാണ് മഹാവീരന് കൈവല്യം ഉണ്ടായത് എന്ന് അറിയപ്പെടുന്നത്. നീണ്ട കാലത്തെ സത്യാന്വേഷണത്തിന് ശേഷം ജിനൻ മഹാവീരൻ എന്നറിയപ്പെടാൻ തുടങ്ങി. ഓക്കെ, ജിനൻ എന്നറിയപ്പെട്ടു. വർദ്ധമാന മഹാവീരൻ ഒരുപാട് കാലത്തെ സത്യാന്വേഷണത്തിന് ശേഷം ജിനൻ എന്നറിയപ്പെട്ടു. വർദ്ധമാന മഹാവീരൻ അറിയപ്പെട്ടതാണ് ജിനൻ. ലോകത്തെ കീഴടക്കിയവൻ എന്നാണ് ഈ ജിനൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ജിനൻ എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർദ്ധമാന മഹാവീരനാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ജിനൻ എന്നതിൻ്റെ അർത്ഥം ലോകത്തെ കീഴടക്കിയവൻ. അതായത് മസിൽ പവർ കൊണ്ടല്ല, സത്യത്തെ അന്വേഷിച്ച് അത് കണ്ടെത്താൻ ശ്രമിച്ചതിൻ്റെ പേരിലാണ് ജിനൻ എന്ന് വർദ്ധമാന മഹാവീരൻ അറിയപ്പെട്ടത്. ജൈനമതം എന്ന പേരിൽ ഇതിൽ നിന്നാണ് ഉണ്ടായത്. ജിനൻ എന്നാണ് വർദ്ധമാന മഹാവീരൻ അറിയപ്പെട്ടത്. ലോകം കീഴടക്കിയവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പം ജൈന മതം എന്നുള്ള പേര് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ വിശ്വാസത്തിന്, ഫിലോസഫിക്ക് വർദ്ധമാന മഹാവീരൻ പ്രചരിപ്പിക്കാൻ ആഗ്രഹിച്ച ആ ഒരു ഫിലോസഫി, ആ ഒരു തത്വങ്ങൾക്കൊക്കെ പേര് ജൈനമതം എന്ന പേര് വരാൻ കാരണം വർദ്ധമാന മഹാവീരൻ ജിനൻ എന്നറിയപ്പെട്ടതുകൊണ്ടാണ്. മഹാവീരന് മുമ്പ് 23 തീർത്ഥങ്കരന്മാർ ജീവിച്ചിരുന്നതായി ജൈനർ വിശ്വസിക്കുന്നുണ്ട്. ഋഷഭദേവനാണ് ആദ്യത്തെ തീർത്ഥങ്കരൻ. അതായത് ജൈനമതം വരുന്നതിന് മുന്നേ, എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നതിന് മുന്നേ മഹാവീരന് മുന്നായിട്ട് 23 തീർത്ഥങ്കരന്മാർ ജീവിച്ചിരുന്നു എന്ന് ജൈനർ വിശ്വസിക്കുന്നുണ്ട്. ഋഷഭദേവൻ ആണ് ആദ്യത്തെ തീർത്ഥങ്കരനായിട്ട് വിചാരിക്കുന്നത്. 23-ാമത്തെ തീർത്ഥങ്കരൻ പാർശ്വനാഥനാണ്. അപ്പോൾ അവസാനത്തെ പാർശ്വനാഥനും ആദ്യത്തെ ഋഷഭദേവൻ ആണ് എന്ന് വിശ്വസിക്കുന്നു. അവരുടെ പ്രബോധനങ്ങളെ ക്രോഡീകരിച്ച് പ്രചരിപ്പിച്ചത് അതായത് ഈ 23 തീർത്ഥങ്കരന്മാർ, ആ തീർത്ഥങ്കരന്മാരുടെ പ്രബോധനങ്ങളൊക്കെ ക്രോഡീകരിച്ച് പ്രചരിപ്പിച്ചതാണ് മഹാവീരൻ. ആര്? വർദ്ധമാന മഹാവീരൻ. BC 468 ഇപ്പോഴത്തെ രാജ്ഗീറിനടുത്തുള്ള പാവാപൂരിയിൽ, അതായത് ബീഹാറിലാണ് വെച്ച് 23-ാമത്തെ വയസ്സിൽ വർദ്ധമാന മഹാവീരൻ എന്ത് ചെയ്യുന്നുണ്ട്? മരണമടയുന്നുണ്ട്, അന്തരിക്കുന്നുണ്ട്. ഓക്കെ, നോക്കൂ. ഇനി പ്രസിദ്ധമായൊരു ജൈനമത ക്ഷേത്രമാണ് മൈസൂരിലെ ശ്രാവണ ബലഗോള. നോക്കൂ, പ്രസിദ്ധമായ ഒരു മൈസൂർ നമ്മളെല്ലാവരും പോയിട്ടുണ്ടാവും. അവിടെ ഒരു ജൈനമത കേന്ദ്രമാണ്, അതാണ് ശ്രാവണ ബലഗോള എന്നറിയപ്പെടുന്നത്. പ്രസിദ്ധമായ മൈസൂരിലെ ജൈനമത കേന്ദ്രമാണ് ശ്രാവണ ബലഗോള. ഈ ശ്രാവണ ബലഗോളയിലാണ് ഈ ബാഹുബലിയുടെ 53 അടി ഉയരമുള്ള നഗ്നപ്രതിമ. നമ്മൾ സിനിമയിൽ കണ്ട ബാഹുബലി അല്ല, എന്നാൽ ചരിത്രത്തിലൊരു ബാഹുബലി എന്ന് പറഞ്ഞൊരു രാജാവുണ്ട്.
ആ വ്യക്തിയുടെ ഒരു 53 അടി ഉയരമുള്ള ഒരു നഗ്ന പ്രതിമ എവിടെയുണ്ട്? ശ്രാവണ ബലഗോളയിൽ ഉണ്ട്. ഈ പ്രതിമ നിർമ്മിച്ചത് ചാമുണ്ഡരായനാണ് എന്ത് ബാഹുബലിയുടെ 53 അടി ഉള്ള നഗ്ന പ്രതിമ ശ്രാവണ ബലഗോളയിൽ നിർമ്മിച്ചത്. 12 വർഷത്തിലൊരിക്കൽ നടത്തുന്ന അഭിഷേകമാണ് മഹാസപ്താഭിഷേകം. ഇവിടെ ഈ 12 വർഷത്തിലൊരിക്കൽ എവിടെ ബാഹുബലിയുടെ ഈ 53 അടി ഉയരമുള്ള ഒരു നഗ്നപ്രതിമയിൽ എന്ത് നടത്തുന്നുണ്ട്? അഭിഷേകം നടത്താറുണ്ട്. അതാണ് മഹാസപ്താഭിഷേകം. ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി, ഇവ ജൈനമതത്തിൽ ത്രിരത്നങ്ങൾ എന്നാണ്. അപ്പോൾ ജൈനമതത്തിന് ത്രിരത്നങ്ങൾ എന്നറിയപ്പെടുന്നത് എന്താണ്? ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, വെറുതെ ഇങ്ങനെ കാട്ടിക്കൂട്ടലല്ല, ശരിയായ വിശ്വാസം ഉണ്ടാവുക, ശരിയായ അറിവുണ്ടാവുക, ശരിയായ പ്രവൃത്തി, ആ വിശ്വാസത്തിലും അറിവിലും നിന്നുകൊണ്ട് ശരിയായ പ്രവൃത്തി തന്നെ ചെയ്യുക. ഇതാണ് ജൈനമതത്തിൻ്റെ ത്രിരത്നങ്ങൾ എന്നറിയപ്പെടുന്നത്. എങ്കിൽ മാത്രമേ എന്താണ് ഈ ലോകത്തെ കീഴടക്കാൻ സാധിക്കുകയുള്ളൂ. ജൈനമതത്തെ പ്രോത്സാഹിപ്പിച്ച ഒരു രാജാവാണ് ഖരവേലൻ. അപ്പോൾ നമുക്കറിയാം എല്ലാ മതങ്ങൾക്കും ആ മതം പുഷ്ടിപ്പെട്ട് വരണമെങ്കിൽ, അല്ലെങ്കിൽ ആ മതം പ്രചരിച്ച് അതിനകത്ത് ഒരുപാട് ഫോളോവേഴ്സൊക്കെ ഉണ്ടാവണമെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു രാജാവ് അല്ലെങ്കിൽ പവർഫുള്ളായിട്ടുള്ള ഒരു വ്യക്തി അതിനെ എന്ത് ചെയ്തിട്ടുണ്ടാവും? സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ജൈനമതത്തിനെ പ്രോത്സാഹിപ്പിച്ച രാജാവ് ഖരവേലനാണ്. നമുക്കറിയാം ഇതുപോലെ ബുദ്ധമതത്തെ പ്രചരിപ്പിക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്ത രാജാവാണ് അശോകൻ. അതുകൊണ്ടാണ് ബുദ്ധമതം ഒരു കാലഘട്ടത്തിൽ വളരെ പ്രബലമായൊരു മതമായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരുപാട് ആളുകൾ അതിലേക്ക് അല്ലെങ്കിൽ വ്യാപിക്കാനും ഇന്ത്യയിലൊട്ടാകെ പല ദേശങ്ങളിലേക്ക് വ്യാപിക്കാനൊക്കെ ഉണ്ടായ കാരണം എന്താണ്? അത് അശോകൻ്റെ അല്ലെങ്കിൽ അശോക ചക്രവർത്തിയുടെ ഒരു ഇടപെടലും മൂല്യമാണ് എന്ന് പറയുന്ന പോലെ ജൈനമതത്തെ പ്രോത്സാഹിപ്പിച്ച രാജാവാണ് ഖരവേലൻ. ആദ്യ ജൈനമത സമ്മേളനത്തിൽ ജൈനമതം ദിഗംബരന്മാർ, ശ്വേതാംബരന്മാർ എന്നിങ്ങനെ രണ്ടായി പിരിഞ്ഞു. അതായത് ആദ്യ ജൈനമത സമ്മേളനം നടക്കുകയാണ്. ആദ്യ ജൈനമത സമ്മേളനത്തിൽ തന്നെ ഇത് അങ്ങോട്ട് പിളരാണ്. അതായത് ദിഗംബരന്മാരെന്നും ശ്വേതാംബരന്മാരെന്നും രണ്ടായി പിരിഞ്ഞു. കൈവല്യം ലഭിച്ച മഹത്തുക്കൾ എന്നാണ് തീർത്ഥങ്കരന്മാർ എന്ന വാക്കിൻ്റെ അർത്ഥം. മധ്യപ്രദേശിലെ ജഗൂരാഹോ, രാജസ്ഥാനിലെ മൗണ്ട് അബു, ഉത്തർപ്രദേശിലെ മഥുര എന്നീ സ്ഥലങ്ങൾ ജൈനമതങ്ങളുടെ പ്രശസ്ത കേന്ദ്രങ്ങളാണ്. എവിടേക്കാണ്? മധ്യപ്രദേശിലെ ജഗൂരാഹോ, രാജസ്ഥാനിലെ മൗണ്ട് അബു, ഉത്തർപ്രദേശിലെ മഥുര, ഇവിടങ്ങളൊക്കെ നമുക്കറിയാം ജൈനമതങ്ങളുടെ മതത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ്. ക്ഷേത്രം എന്നാണ് ജൈനരുടെ ആരാധനാ കേന്ദ്രം അറിയപ്പെടുന്നത്. ക്ഷേത്രം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇന്നത്തെ ഹിന്ദു മത കേന്ദ്രങ്ങൾ ക്ഷേത്രം എന്നറിയപ്പെടുന്നതും ജൈനമത കേന്ദ്രങ്ങൾ പണ്ട് ഹിന്ദുമതമൊക്കെ ഉണ്ടാവുന്നതിനും എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നതിനും മുന്നുള്ളൊരു കാര്യങ്ങളാണ് ഈ ജൈനമതം, അതുപോലെ തന്നെ ബുദ്ധമതമൊക്കെ. അപ്പോൾ ക്ഷേത്രം എന്നാണ് ജൈനന്മാരുടെ ആരാധനാ കേന്ദ്രം അറിയപ്പെടുന്നത്. മതഗ്രന്ഥം ആംഗാസ് ആണ്. അപ്പോൾ എന്താണ് ജൈനരുടെ മതഗ്രന്ഥം? ആംഗാസ്. പ്രാകൃത ഭാഷയാണ് ജൈനന്മാർ ഉപയോഗിച്ചിരുന്നത്. പ്രാകൃത ഭാഷ. അവർ ഏത് ഭാഷയാണ് ഉപയോഗിച്ചിരുന്നത്? പ്രാകൃത. ഈ വേദങ്ങളിൽ സംസ്കൃതം ഉപയോഗിക്കുന്ന പോലെ ജൈനന്മാർ ഉപയോഗിച്ചിരുന്ന ഭാഷ പ്രാകൃത ഭാഷയാണ്. ജൈനമതവും ബുദ്ധമതവും ദൈവത്തിൻ്റെ അസ്തിത്വത്തെ നിരാകരിക്കുന്നുണ്ട്. ഇതൊരു എന്താ പറയുക, ബുദ്ധൻ ദൈവമാണ്, അല്ലെങ്കിൽ വർത്തമാന മഹാവീരൻ ദൈവമാണ്, ദൈവത്തിൻ്റെ അവതാരമാണ് എന്നൊന്നും പറയുന്ന മതങ്ങളേ അല്ല. ജൈനമതവും ബുദ്ധമതവും എന്താണ്? നമ്മുടെ ഈ ലോകത്തിൻ്റെ ജീവിതത്തെ പറ്റിയും അത് കുറച്ചും കൂടി മെച്ചപ്പെടാവുന്നതിനെ പറ്റിയും സന്തോഷഭരിതമാവുന്നതിന് വേണ്ടിയിട്ടും സമാധാനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ഉടലെടുത്തേണ മതങ്ങളാണ്. അതല്ലാതെ ഒരു ദൈവത്തെ ആരാധിക്കുക എന്ന നിലവിൽ അങ്ങനെ ഒരു അടിസ്ഥാനത്തിൽ വന്നേക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ജൈനമതവും ബുദ്ധമതവും ദൈവത്തിൻ്റെ അസ്തിത്വത്തെ നിരാകരിക്കുന്നു. പറയുകയാണെങ്കിൽ ഒരു എത്തിസ്റ്റ് മതമാണ് ജൈനമതവും ബുദ്ധമതവും, അല്ലെങ്കിൽ ഫിലോസഫിക്കൽ, അതാണ് അതിൻ്റെ ഫിലോസഫി എന്ന് പറയാം. മഹാവീരൻ്റെ ശിഷ്യനാണ് ജമാലി. വർദ്ധമാന മഹാവീരൻ്റെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനാണ് ജമാലി ഓർത്തിരിക്കുക. ഓക്കെ, നോക്കൂ, അവസാനത്തെ സ്ലൈഡായെന്ന് തോന്നുന്നു. നോക്കൂ, ആദ്യ ജൈനമത സമ്മേളനം നടന്നത് എവിടെ? പാടലിപുത്ര. ആദ്യ ജൈനമത സമ്മേളനത്തിലാണ് നമുക്കറിയാം ശ്വേതാംബരന്മാരെന്നും ദിഗംബരന്മാരെന്നും രണ്ടായിട്ട് പിരിയണത്. അത് നടന്നത് എവിടെയാണ്? പാടലിപുത്ര. ഇന്നത്തെ പാറ്റ്ന, ബീഹാറിൻ്റെ തലസ്ഥാനമായിട്ടുള്ള പാറ്റ്നയാണ്
എന്ത് ആദ്യത്തെ ജൈനമത സമ്മേളനം നടന്നത് പാടലിപുത്രയിലാണ്. ജിനൻ എന്ന വാക്കിനർത്ഥം ഇന്ദ്രിയങ്ങളെ ജയിച്ചു, അല്ലെങ്കിൽ ലോകത്തെ കീഴടക്കാന്ന് ഉദ്ദേശിക്കുന്നത് മസിൽ പവറോടുകൂടി എല്ലാ രാജ്യങ്ങളും തൻ്റെ കീഴിലാക്കുക എന്നുള്ളതല്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള ലോകം അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം നിയന്ത്രിക്കുന്നത് ഇന്ദ്രിയങ്ങളാണ്. അവൻ്റെ അറിവിൻ്റെ തോതിനെ അളക്കുന്നതും അല്ലെങ്കിൽ അറിവ് ലഭിക്കുന്നത് ഇന്ദ്രിയങ്ങൾ വഴിയാണ്. ഓക്കെ, അപ്പോൾ ജിനൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ, അതുവഴി ലോകത്തെ കീഴടക്കിയവൻ എന്നാണ്. മഹാവീരന് ജ്ഞാനോദയം ഉണ്ടായത് ജുറുംബി ഗ്രാമം, ബീഹാറിലെ ജുറുംബി ഗ്രാമത്തിലാണ്. ആരുടെ നിർദ്ദേശപ്രകാരമാണ് ചന്ദ്രഗുപ്ത മൗര്യൻ ശ്രാവണ ബലഗോളയിൽ വെച്ച് മരിക്കുന്നതിന് മുമ്പ് ജൈനമതം സ്വീകരിച്ച്? ഭദ്രബാഹു എന്ന് പറയുന്ന വ്യക്തിയുടെ നിർദ്ദേശപ്രകാരം ചന്ദ്രഗുപ്ത മൗര്യൻ എന്ത് ചെയ്തു? ശ്രാവണ ബലഗോളയിൽ വെച്ച് മരിക്കുന്നതിന് മുമ്പ് ജൈനമതം സ്വീകരിച്ചു. രണ്ടാം ജൈനമത സമ്മേളനം നടന്നത് എവിടെ? വല്ലഭിയിലാണ്. വല്ലഭി. ഓക്കെ, ജൈനമതത്തിൽ മഹാവീരൻ കൂട്ടിച്ചേർത്ത പദ്ധതിയാണ് ബ്രഹ്മചര്യം. അതായത് ആദ്യമേ തന്നെയൊന്നും തീർത്ഥങ്കരന്മാർ ബ്രഹ്മചര്യം ഒന്നും പറയുന്നില്ല. എങ്കിൽ ജൈനമതത്തിൻ്റെ ഈ തീർത്ഥങ്കരന്മാരുടെ എല്ലാ ഫിലോസഫികളും എല്ലാ തത്വങ്ങളും അവർ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ക്രോഡീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് മഹാവീരൻ കൂട്ടിച്ചേർത്തതാണ് ബ്രഹ്മചര്യം. ജൈനമത സന്യാസികൾക്കും അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്ന ആളുകൾക്കും കൂട്ടിച്ചേർത്ത ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് എന്ത്? ബ്രഹ്മചര്യം. ഓക്കെ, ഇനി ജൈനമത സമ്മേളനങ്ങൾ 2 ജൈനമത സമ്മേളനങ്ങളാണ്, ഒന്നാമത്തെയും രണ്ടാമത്തെയും. ഒന്നാം ജൈനമത സമ്മേളനം നടക്കുന്നത് 310 BC 310 സ്ഥലം പാടലിപുത്രയിലാണ് നടക്കുന്നത്. അധ്യക്ഷൻ സ്ഥൂലഭദ്രനാണ് എന്ത് ചെയ്തത്? ഒന്നാം ജൈനമത സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത്. രണ്ടാമത്തെ നോക്കൂ, രണ്ടാം ജൈനമത സമ്മേളനം BC 453 നടക്കുന്നത്. രണ്ടാം ജൈനമത സമ്മേളനം നടക്കുന്നത് BC 453 നടക്കുന്നത്. വല്ലഭിയിലാണ് അത് നടക്കുന്നത്. ദേവർദ്ധി ക്ഷേമ ശർമ്മണ എന്ന് പറയുന്ന വ്യക്തിയാണ് അതിന് അധ്യക്ഷത വഹിച്ചത്. ഓക്കെ, ഇത് നിങ്ങളൊന്ന് കേട്ട് പോയാൽ മതി, ഞാൻ പറയുന്നില്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ടതായിട്ട് തോന്നുന്ന മാത്രം പോയിന്റുകൾ ഒന്ന് അടയാളപ്പെടുത്തി വെച്ചാൽ മതിയാവും. എന്നാലും വളരെ ശ്രദ്ധിച്ച് തന്നെ കേൾക്കാട്ടോ. കാരണം ചില ചോദ്യങ്ങൾ നമ്മൾ ഈ വേദത്തെ പറ്റിയിട്ടുള്ള ഋഗ്വേദം, അഥർവ്വേദം, യജുർവേദം, സാമവേദം ഇങ്ങനെയുള്ള വേദങ്ങളെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ചില കോട്ടുകൾ ആരാണ് പറഞ്ഞത് എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യ ചരിത്രം ആരംഭിച്ചിട്ടുള്ള ആദ്യത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഒരു 2-3 ക്ലാസ്സുകൾ ഈ പ്രാചീന ഇന്ത്യ ചരിത്രമായിരിക്കും വരിക. അതിന് ശേഷമാണ് മിഡിൽ ഏജിലേക്ക് കടന്നതിന് ശേഷമാണ് നമ്മൾ മോഡേൺ ഏജിലേക്ക് കിടക്കുക. മിഡിൽ ഏജിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടെന്ന് പറയുമെങ്കിലും അവർ PSCക്കാരൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് പൂർണ്ണമായി വിട്ടുകളയാൻ കഴിയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കൃത്യമായി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. അതിനുശേഷം നിങ്ങൾ ഒരുമിച്ച് പഠിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ടാറ്റ, ബൈ, താങ്ക് യു.